ക്രിസ്തുവിനെ ഒരിക്കൽ മാർത്തയുടെയും മറിയത്തിൻ്റെയും വീട്ടിൽ നമ്മൾ കാണുന്നു. മാർത്തയാകട്ടെ ക്രിസ്തുവിനുള്ള സൽക്കാരങ്ങളിൽ മുഴുകി ജോലിയിൽ വ്യാപൃതയായിരിക്കും. മറിയം ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് കേൾക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. മാർത്ത പറയുന്നൊരു പരാതിയാണ്. ഇത് എന്നെ സഹായിക്കാതെ അവൾ വെറുതെ കേട്ടിരിക്കുന്നു. അതിന് ക്രിസ്തു പറയുന്നത്, ഇവൾ ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തു, ഇതൊരു കാലത്ത് ഇവളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല. ഈ രണ്ടുപേരിൽ ആരാണ് മെച്ചം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ബെറ്റർ ഏതാണെന്നതിനേക്കാൾ ദ ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ മറിയം ചെയ്തത് നല്ലതാകുന്നത്? ഒരാൾ അയാളുടെ വ്യഗ്രചിത്തതയിൽ നിന്നും ശീലം കൊണ്ടുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് ധ്യാനിച്ച് സ്നേഹം കൊണ്ട് ആ ചൈതന്യം കൊണ്ട് നിറഞ്ഞ് അതിൽ നിന്ന് പുറപ്പെടേണ്ട പ്രവൃത്തികളെ കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. അങ്ങനെയുള്ളത് മാത്രമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്. ക്രിസ്തു അങ്ങനെയാണ്. ഏകാന്തതകളിലും വിജനതകളിലുമൊക്കെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകി ആ ഉള്ളിൽ നിറഞ്ഞ ആത്മാവിൻ്റെ അഭിഷേകമാണ് പ്രവൃത്തികളായിട്ട് പുറത്തേക്ക് വരുന്നത്. ഞാൻ ശീലം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ തിരക്ക് പിടിച്ച ജോലികളിലല്ല. ചെയ്യേണ്ടത് ചെയ്യുന്നത് ഒരു മനുഷ്യൻ ദൈവവുമായുള്ള സമാഗമത്തിൽ അയാളുടെ ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ് പുറത്തു വരുന്ന പ്രവൃത്തികളിലൂടെയാണ്. അപ്പോൾ എന്തുകൊണ്ട് മറിയം നല്ലതാകും? അത് ഒരു കാലത്തും എടുത്തു മാറ്റപ്പെടുകയല്ല. നിലനിൽക്കുന്നത് പ്രാർത്ഥനയുടെ സാന്നിധ്യത്തിൽ, പ്രാർത്ഥനയുടെ അരൂപിയിലൂടെ പുറത്തേക്ക് വരുന്ന ആത്മാവിൻ്റെ ആവിഷ്കാരങ്ങൾ. ക്രിസ്തു അങ്ങനെ ഒരാളായി. നമുക്ക് വെറുതെ ചെയ്യുന്ന ജോലികളിലല്ല, മറിച്ച് ഉള്ളിൻ്റെ നിറവിൽ നിന്ന് അധ്വാനിക്കുന്നവരായി മാറാനായിട്ട് ക്രിസ്തുവിൻ്റെ പാദങ്ങളിൽ ഏറെ നേരം ആയിരിക്കാം. ഒരു തീയുടെ അടുത്തിരിക്കുന്ന ആളും അയാളുടെ ശരീരവും കൊള്ളും. ദൈവസന്നിധിയിലിരിക്കുന്നത് തീയുടെ അടുത്തിരിക്കുന്നത് പോലെയാണ്. ആ ദൈവത്തിൻ്റെ ചൂട്, ആ സ്നേഹം, ആ പ്രത്യേകതകളെല്ലാം നമ്മുടെ ശരീരത്തെയും ജീവിതത്തെയും ബാധിച്ചു.